ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് എന്റെ നാട് എന്ന പരിപാടി അബുദാബിയിൽ നിന്നും സലീം മാഡം തന്റെ ഗ്രാമമായ ചങ്ങരംകുളത്തെ കുറിച്ച് എഴുതി അറിയിച്ച കുറിപ്പാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലാ അതിർത്തിക്കടുത്തായി മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ ആലങ്കോട്, നന്നമുക്ക് എന്നീ 2 പഞ്ചായത്തിന്റെ കീഴിൽ ദേശീയപാതയോട് ചേർന്ന് വയലേലകളാലും കവുങ്ങിൻ തോപ്പുകളാലും കോൾ പാടങ്ങളാലും തെങ്ങിൻ തോട്ടങ്ങളായും ചുറ്റപ്പെട്ടു കിടക്കുന്നതാണ് എന്റെ ചങ്ങരംകുളം എന്ന മനോഹരമായ കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളാണ് കാഞ്ഞിയൂർ, പള്ളിക്കര, മൂക്കുതല, നന്നമുക്ക്, കല്ലുമ്മ, പന്താവൂർ, ചീയാനൂർ, കാളാച്ചാൽ, ചേലക്കടവ് തുടങ്ങിയവ. ഈ ഭാഗങ്ങളെല്ലാം കൂടി ചേർന്നാണ് ചങ്ങരംകുളം എന്ന ഒറ്റനാമത്തിൽ അറിയപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന അടക്ക വാണിജ്യ കേന്ദ്രം എന്ന സ്ഥാനം ഞങ്ങളുടെ ഗ്രാമത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഇന്ന് വിരലിൽ എണ്ണാവുന്ന അടയ്ക്ക റെഗുലർ മാർക്കറ്റേ ഉള്ളൂ. ആ ഏക റെഗുലർ മാർക്കറ്റ് ഞങ്ങളുടെ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാവാം ചങ്ങരംകുളത്തിന്റെ ആ മഹാപെരുമ ഭാരതമൊട്ടുക്കും അറിയുന്നത്. ഇന്ന് എന്റെ ഗ്രാമവും ഗ്രാമഭംഗിയും ഗ്രാമീണതയും പൈതൃകവുമെല്ലാം എല്ലാ ഗ്രാമങ്ങളെ പോലെയും വിദേശ പണത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഏറെക്കുറെ നശിച്ചു. ഇപ്പോൾ പാവം എന്റെ ഗ്രാമം കോൺക്രീറ്റ് കാടുകൾക്ക് വഴിമാറിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നും ഞങ്ങളുടെ ഗ്രാമത്തിലും ഗ്രാമീണരിലും തലമുറകളായി പകർന്നു കിട്ടിയ മതസൗഹാർദ്ദം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. എന്റെ ഗ്രാമം എത്ര മാറിയാലും ശരി, ഇന്നും എന്റെ മനസ്സിൽ, എന്നെ പോലെയുള്ളവരുടെ മനസ്സിൽ എന്റെ ആ പഴയ ഗ്രാമീണതയും ഗ്രാമഭംഗിയും ഗ്രാമീണരും മായാതെ തന്നെ നിൽക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജമാഅത്ത് പള്ളിയും പള്ളിപ്പീടികകളും ചന്തയും ചന്തപ്പുരയും മീൻ മാർക്കറ്റും ഒന്നും മറവിക്ക് വിട്ടുകൊടുത്തിട്ടില്ല ഞങ്ങൾ. അതിനടുത്തായി ഇരുന്ന് കുണ്ടൻ പാള കുത്തി വിൽക്കുന്ന ആ കറുത്തു മെലിഞ്ഞ പയ്യനും നിരനിരയായി ഇരുന്ന് തീറ്റപ്പുല്ല് വിൽക്കുന്ന ചെറുമികളും അതിനിടയിൽ മുറുക്കി ചുവന്ന ചിരിയുമായി നിൽക്കുന്ന ഏലക്കാരൻ അബുക്കയും തെരുവീഥികളിലൂടെ കുടമണിനാദത്തിനൊത്ത് നീങ്ങുന്ന കാളവണ്ടികളും ഏലോ ഏലേസ എന്ന വിളിയുമായി വലിച്ചു നീങ്ങുന്ന കൈവണ്ടിക്കാരും ഗ്രാമത്തിന്റെ പ്രധാന നാട്ടുവഴിയായ മാത്തന്റെ ഇടവഴിയും കുട്ടാപ്പന്റെ ഇടവഴിയും കുറുപ്പിന്റെ വെട്ടഴിയും മാടേ റോഡും ഒന്നും ഓർമ്മയിൽ നിന്ന് മാഞ്ഞിട്ടില്ല.